ആക്ച്വലി ഇറ്റ്സ് എ ഫിക്ഷൻ. പക്ഷെ ശരിക്കും നടന്നിട്ടുള്ള ഒന്നിൽ കൂടുതൽ സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം. സൈനൈഡ് മോഹനും കളങ്കാവലും തമ്മിൽ ശരിക്കും ബന്ധമുണ്ടോ? സൈനൈഡ് മോഹൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്. കഥാപാത്രത്തിന് ചിലപ്പോൾ അതിന് ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ ജസ്റ്റിഫിക്കേഷൻസ് ഇല്ലാതിരിക്കുക. അങ്ങനെ പല പല സാധ്യതകളുണ്ട്. കളങ്കാവൽ എന്ന് പറയുന്ന ആ വാക്ക് പിന്നെ മലയാളത്തിലും തമിഴിലും ഒരേ അർത്ഥം തന്നെയാണ് കൺവേ ചെയ്യുന്നത്. നമുക്ക് തുടർച്ചയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തോട്ട് വേറൊരു സാധനം തുടർച്ചയായിട്ട് പലപ്പോഴും ഡെലിവറി ചെയ്യും. നമുക്ക് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തന്നുകൊണ്ടേയിരിക്കും. കഥാപാത്രം എന്തായിരിക്കാമെന്നും കഥാപാത്രം എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമായിരിക്കാം. പിന്നെ നമ്മുടെ എയറിൽ നിൽക്കുന്ന കുറെ അസംഷൻസ് ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് ചെറിയ പനി പരിപാടി അതൊന്നും വകവയ്ക്കാതെയാണ് അദ്ദേഹം ഈ പ്രോസസ്സിൽ പങ്കെടുത്തത്. നമുക്ക് എന്തൊക്കെയോ ചില പുതിയ എലമെന്റ്സ് പറയാൻ പറ്റുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇതിന് ഇറങ്ങിയത്. മമ്മൂക്ക പടം കണ്ടിട്ട് എന്താ പറഞ്ഞേ, അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? മമ്മൂക്ക പടം കണ്ടിട്ട് ദ ക്യൂ ഷോ ടൈമിൽ ജിതിൻ കെ ജോസ്, വെൽക്കം. ആദ്യമേ ചോദിക്കാനുള്ളത്, എൻ്റെ പേഴ്സണൽ എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റി ഇരിക്കുന്നത് ഈ സിനിമ പോസ്റ്റർ ഇതിൻ്റെ പുറകിലുള്ള കഥകൾക്കൊക്കെ മുകളിലായിട്ട് എങ്ങനെ മമ്മൂക്ക എടുത്ത് കഥ പറഞ്ഞു എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെയും ഒരു ഹൈ പോയിൻ്റാണ്, ചിലരുടെ ഒരു വളരെ ക്രൂഷ്യൽ സ്റ്റേജാണ് ഈ മമ്മൂട്ടി മോഹൻലാൽ എന്ന രണ്ടുപേരുടെ അടുത്ത് കഥ പറയുക, ഇവരെ കൺവിൻസ് ചെയ്യുക, അതിൽ യെസ് അടിപ്പിക്കുക എന്നുള്ളത്, ഓക്കെ അടിക്കുക എന്നുള്ളത്. മമ്മൂക്കയുടെ അടുത്ത് കഥ പറയുന്നത് ഓക്കെ കേൾക്കുന്ന ആ മൊമെന്റ് എങ്ങനെ ശരിക്കും? അതെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ജേണിയാണ്. അത് മൊത്തത്തിൽ പറയാനാണ് അതോ മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ സിനിമ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഒരു ഡ്രീമാണ് മമ്മൂക്കയെ വെച്ചിട്ട് ഒരു പടം ചെയ്തുകൊണ്ട് തുടങ്ങുക എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ വന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പം അതുപോലെ അതിനകത്തൊരു കൗണ്ടർ റിയാലിറ്റി ഉണ്ട്. ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അങ്ങോട്ട് എത്താത്ത ഒരുപാട് പേരും കാണും. അതൊരു റിയാലിറ്റി ആണല്ലോ. അപ്പം നമ്മുടെ ഒരു സമയത്ത് ഒരു സ്വപ്നമായിരുന്നു അത്. അതിനപ്പുറം അത് റിയലിസ്റ്റിക്കലി പോസിബിൾ ആകുന്ന ഒരു സംഗതി ആയിട്ട് മനസ്സിലോട്ട് കയറിയിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലോട്ട് എത്തി അതൊന്ന് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഓർഗാനിക്കലി പോകുന്ന ഒരു യാത്രയാണല്ലോ. അപ്പോൾ അതിനകത്ത് എന്ത് തരം സബ്ജക്റ്റിലോട്ടാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നതെന്നോ അത് ഏത് ആൾക്കാണോ സ്യൂട്ട് ആവുന്നതെന്നോ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു സബ്ജക്റ്റിലോട്ട് എത്തി ഈ സബ്ജക്റ്റിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലോട്ട് ക്യാരക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്ത് ഒന്ന് രണ്ട് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സും, അതായത് ഈ കഥയ്ക്ക് പ്രചോദനമായിട്ടുള്ള സംഭവങ്ങളും പരിപാടികളും ഒന്നുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സിന് നമ്മൾ അല്ലാതെയും വേറെ ഇൻസിഡൻസിൽ നിന്നൊക്കെയാണ് പിക്ക് ചെയ്തെടുത്തത്. അതിന്റെ ഒരു ഡിസൈനിങ് പരിപാടിയൊക്കെ അങ്ങനെ അത് സെറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു പോക്കിലാണ് ഈ സബ്ജക്റ്റും അതുപോലെ ക്യാരക്ടറും മമ്മൂക്കയിലോട്ടും കൂടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അദ്ദേഹത്തിനും കൂടെ ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊരു തോന്നൽ പതുക്കെ മനസ്സിൽ കയറാൻ തോന്നി. അങ്ങനെ അതൊന്ന് ഡെവലപ്പായി വന്നിട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് അതിനകത്ത് ഒരു ആത്മവിശ്വാസം കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് തോന്നിയത് ആഫ്റ്റർ ഫിനിഷിംഗ് ദ സ്ക്രിപ്റ്റ്. അപ്പോൾ ഞാനാണെങ്കിൽ മമ്മൂക്കയായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഒന്ന് രണ്ട് പേരെ കോൺടാക്ട് ചെയ്ത് നോക്കി അങ്ങനെ ഫോർവേഡ് ചെയ്യാനൊക്കെ നോക്കിയത്. അപ്പം വിവേകേട്ടൻ സാരഥിയേട്ടൻ ഇങ്ങനെ ഒന്ന് രണ്ട് പരിപാടിയാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്തത്. അങ്ങനെ നമ്മൾ ആദ്യം അവർക്ക് പെട്ടെന്ന് അവൈലബിൾ, ഇതിനകത്ത് രണ്ട് ലീഡ് റോൾസ് ചെയ്യാനായിട്ട് രണ്ട് ക്യാരക്ടേഴ്സിനുള്ള സ്കോപ്പ് ഉണ്ട് ഈ കഥയിൽ. അങ്ങനെ ആദ്യം പൃഥ്വിയെടുത്തും കൂടെ ഒന്ന് പോയി സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോയായിരുന്നു. അപ്പം നമ്മൾ മമ്മൂക്ക എന്നുള്ള ഓപ്ഷൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പോയി പൃഥ്വി കാണുന്ന സമയത്ത് മമ്മൂക്ക എന്നുള്ള ഓപ്ഷൻ മനസ്സിലുണ്ട്. നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഞാൻ എന്റെ മാത്രമല്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാവരും. പക്ഷെ അദ്ദേഹം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം ഇങ്ങോട്ട് തന്നെ ഇതിനകത്ത് മമ്മൂക്കും കൂടെ ഉണ്ടെങ്കിൽ രസമായിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ എല്ലാവരും നമുക്കും അങ്ങനെ തന്നെയാണ് ആഗ്രഹം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി അങ്ങോട്ട് പോകാനായിട്ടുള്ളത്. അപ്പം പിന്നെ ആൻഡോ ചേട്ടൻ വഴിയാണ് മമ്മൂക്കിലോട്ട് പോകുന്നത്, ഒന്ന് പിച്ച് ചെയ്ത് നോക്കുന്നത്. അദ്ദേഹം ഒരു താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ശരിക്കും ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് അദ്ദേഹത്തിനോട് നരേറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ടാണ്. അതായത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മൂക്ക എടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞു പിള്ളേരെ പോലെ സംശയങ്ങൾ ഒരുപാടുണ്ടോ, അത് ഫ്രീക്വന്റ് ആയി ചോദിച്ചോണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് പോയാലേ അടുത്ത മൊമെന്റിലോട്ട് പുള്ളി കിടക്കുള്ളൂ എന്നുള്ളത്. ഈ നറേഷൻ അത് കേൾക്കുന്ന മമ്മൂക്ക അത് എങ്ങനെയാ ശരിക്കും അതിന്റെ ഒരു കൈൻഡ് ഓഫ് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് സംസാരിച്ച്, ഞാൻ മുമ്പ് മാമാങ്കം എന്നൊരു സിനിമയിൽ വർക്ക് ചെയ്തതിന്റെ അന്നേരത്തെ കുറച്ച് ഓർമ്മകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒന്ന് ഐസ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ പരിപാടിയിലോട്ട് കടന്നത്. അപ്പം ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു സിനിമാറ്റിക് സങ്കല്പം വേറൊരാളിലോട്ട് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്.
അല്ലാത്തവർക്കും പാടാണ്, പക്ഷെ ഫസ്റ്റ് ടൈമേഴ്സിന് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അവർക്കൊന്നും എന്താണ് പിന്നെ ഉദ്ദേശിക്കുന്നത് ഒരു പിന്നെ വിഷ്വൽ ലാംഗ്വേജ് എന്താണെന്നൊന്നും അവർക്ക് ഒരു ഐഡിയ കാണത്തില്ല. നമുക്കൊരു സ്ക്രിപ്റ്റ് പറയുന്നതിനപ്പുറം നമ്മൾ ഡയറക്ടർ കൂടി ആണെങ്കിൽ ഓഡിയോയും വിഷ്വലും എല്ലാം കൂടെ കണക്ട് ചെയ്ത് നമുക്ക് അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് നമ്മുടെ വിഷ്വൽ ലാംഗ്വേജ് എന്ന്, നമ്മുടെ സൗണ്ടിനെയും സംഗീതത്തെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ പിന്നെ പലരും അദ്ദേഹം കഥ കേൾക്കുന്നതിനെ പറ്റിയും പല കഥകളും പല നാരേറ്റീവ്സ് ഉണ്ട്. ഇത് കുറച്ചൊക്കെ സത്യമായിരിക്കും, കുറച്ചൊക്കെ പൊടിപ്പും തങ്ങലും ഒരുപാട് കാണും. പക്ഷെ അദ്ദേഹം വളരെ ഇൻവോൾവ് ആയിട്ടാണ് ത്രൂ ഔട്ട് പ്രോസസ്സിൽ ഇരുന്നത്. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ചില സംശയങ്ങൾ ചോദിക്കും. എല്ലാം വാലിഡ് ഡൗട്ട്സ് ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹം കണക്റ്റഡ് ആയി എന്നും കൂടെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. നമുക്ക് കൃത്യമായ മറുപടികൾ ഉണ്ടെങ്കിൽ അതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ പരിപാടികളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ എല്ലാം ഫുൾ നരേഷൻ കഴിഞ്ഞപ്പോഴും അദ്ദേഹം ഹാപ്പി ആയിരുന്നു, ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ള രീതി തന്നെയായിരുന്നു. അതുകൊണ്ട് അതൊരു എപ്പോഴും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല $1 million മൊമെന്റ് ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഇതായല്ലോ. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ 2 ഒരു സ്റ്റില്ല് വരുന്നു, അതായത് മമ്മൂക്ക ലൊക്കേഷനിൽ ജോയിൻ ചെയ്ത് പറഞ്ഞ് വിനായകൻ മമ്മൂട്ടി നിൽക്കുന്ന ഒരു ഇമേജ്. അതില് വിനായകനെ മൊത്ത ചിരിയുണ്ട്, നമുക്ക് ഈ കൈ പുറകെ കിട്ടി നിൽക്കുന്ന സ്റ്റിൽ. അതാണ് ഫസ്റ്റ് കളങ്കാവലിന്റെ വിഷ്വൽ എന്ന രീതിയിൽ പുറത്തു വരുന്ന ഡെലിവറബിൾ അതായിരുന്നു. എല്ലാ മീഡിയകളും എല്ലാവരും ഇതിൽ ഡിസ്കഷൻ ഓണാക്കുന്നു. എല്ലാവർക്കും അറിയാം, 2 പെർഫോമേഴ്സ് ഒരുമിച്ച് വരുന്നത് എപ്പോഴും ഒരു ട്രീറ്റാണ്. അതിപ്പോൾ ഏത് ലാംഗ്വേജിലാണെങ്കിലും, എന്ത് സെറ്റിങ്ങിലാണെങ്കിലും, എന്ത് ഫ്ലേവറുള്ള കഥയിലാണെങ്കിലും 2 പേര് 2 പെർഫോമൻസ് വന്ന് അവരുടെ ഉള്ളിലുള്ള പെർഫോമൻസിലൊരു മത്സരം കാണാം. ഇതിൽ നമുക്ക് ആരോടൊപ്പം നിൽക്കുക എന്നുള്ള കൺഫ്യൂഷൻ വരാം. എല്ലാ തരത്തിലും ആളുകൾ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സക്സസ് ഫോർമുലയാണ് എപ്പോഴും 2 ലീഡ് ആൾക്കാരെ പെർഫോമൻസ് വയ്ക്കുന്നത്. ഈ വിനായകൻ മമ്മൂട്ടി എന്നുള്ള കോമ്പിനേഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഒരു പക്ഷേ മുന്നേ പല ആളുകളെ ഓർത്തിട്ടുണ്ടാവാം. ഇപ്പം നേരത്തെ പൃഥ്വിയൊക്കെ പറഞ്ഞ പോലെ പലരും അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. വിനായകൻ മമ്മൂട്ടി എന്ന കോമ്പിനേഷൻ ലോക്ക് ചെയ്യുന്നത് ഇവർ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ ഈ സ്ക്രീൻ സ്പേസ്, സ്ക്രീൻ മൊമെന്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രീ ഐഡിയ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളത്, ശേഷം പടം കാണുമ്പോൾ ഉള്ളത്, എന്താ മൊമെന്റ് ശരിക്കും എങ്ങനെയാണ്? ഇതിപ്പോ ഒബ്വിയസ്ലി മമ്മൂക്കയിലോട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്കെല്ലാം അറിയാം മമ്മൂക്കയുടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഇത് മാറി. അതങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഡൈനാമിക്സ്. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ പരിപാടികൾക്ക് അനുസരിച്ചാണ് നമ്മൾ ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്, ഷൂട്ടിലോട്ട് കടക്കുന്നത്. അപ്പൊ ആ ഒരു സമയമായപ്പോൾ നമുക്ക് ഒരു ക്യാരക്ടറും കൂടെ ഒരാൾ ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ട്. അത് ആര് വേണമെന്ന് പല ചർച്ചകളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പല ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അങ്ങനെ പല ചർച്ചകൾ നടക്കുമ്പോൾ ഒരു തവണ പിന്നെ മമ്മൂക്ക തന്നെയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് ചർച്ച നടക്കുന്നതിന്റെ ഇടയിൽ ആനച്ചേട്ടൻ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, മമ്മൂക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു സമയത്ത് എൻ്റെ ഒരു അസോസിയേറ്റ് ആഷിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത് ഒരു തോട്ട് ഉള്ളിൽ സീഡായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം കൂടെ പറഞ്ഞപ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നി. കാരണം അദ്ദേഹം ഇപ്പം വിനായകൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹം എപ്പോഴും നമുക്ക് ഓർമ്മയിലോട്ട് വരുന്നത് അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ, അതിന്റെ ആ ഒരു ട്രേറ്റ്സിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിനകത്ത് ഒരു ക്യാരക്ടറൈസേഷൻ പരിപാടി വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി അദ്ദേഹം ചെയ്യുമ്പോൾ അതിനെന്തായാലും ഒരു അഡീഷണൽ ലെയർ അതിനകത്ത് വരും എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഒരു ഡിഫറെന്റ് ട്രൈ അതിനകത്ത് എന്തായാലും വരുമല്ലോ. അങ്ങനെ പിന്നെ മമ്മൂക്കയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഇവര് രണ്ടുപേരും 2 രീതിയിൽ വരുമ്പോൾ ഒബ്വിയസ്ലി അതിനകത്ത് പിന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ഹൈ ഉണ്ട്, ഒരു പുതുമയും എന്തൊക്കെയോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നിക്കുന്ന ചില എലമെന്റ്സ് അതിനകത്തുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് ഇതുവരെ കാണാത്ത പേരും കൂടിയാണല്ലോ. അതെ. പിന്നെ ഇത് ഓപ്പോസിറ്റ് ആണോ എങ്ങനെയാണോ ഒഫീഷ്യലി അങ്ങനെ ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് ഇന്റേണലി നമുക്ക് അങ്ങനെയുള്ള എലമെന്റ്സിനെ കൂടെ വെച്ചിട്ടുള്ള ഹൈ നമുക്കുണ്ട്. അത് ഇപ്പൊ റിവീൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ബട്ട് there is. അപ്പോൾ അങ്ങനെ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നതും. പിന്നെ അദ്ദേഹത്തിനോട് നമ്മൾ ശ്രമം നടത്തുവാണ്, അദ്ദേഹത്തോട് അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഐഡിയയും കഥയും കഥാപാത്രത്തെ പറ്റിയൊക്കെ സംസാരിച്ചത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹം അതിനകത്ത് ഹെൽപ്പ് ചെയ്തു അങ്ങോട്ട് ചെല്ലാൻ. അത് വളരെ എളുപ്പമായിരുന്നു ശരിക്കും. പറഞ്ഞ പോലെ മമ്മൂക്കയെ ഇവിടെ ലോക്ക് ചെയ്തു, വലിയൊരു പോയിന്റ് അവിടെ അച്ചീവ് ചെയ്തു. നെക്സ്റ്റ് വിനായകൻ എന്നുള്ളത് അതത്ര ഈസി ആയിരുന്നു ശരിക്കും. അത് ഈസി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇതിന്റെ പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനി ഏറ്റെടുത്തു. പിന്നെ ഒപ്പം ആൻഡോ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഇവർ ഇങ്ങനെയുള്ള ആൾക്കാരിലോട്ട് എത്തുക എന്നുള്ള നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ലായിരുന്നു. ഇങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വിനായകൻ ചേട്ടനോട് പ്രത്യേകിച്ച് എത്തുമ്പോഴത്തേനും അവിടെ പിന്നെ മിഥുൻ ചേട്ടനും അതിനകത്ത് കഥ പറയുമ്പോൾ പുള്ളിയും കൂടെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ പരിപാടികൾ അവതരിപ്പിക്കാനും ഒക്കെ പറ്റി. കാരണം അദ്ദേഹം ആ രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ തന്നു. അപ്പം അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിനും വിനായകൻ ചേട്ടനും അദ്ദേഹം ആ സമയത്തൊന്നല്ല, അപ്പൊ നമുക്കറിയാം അന്യഭാഷയിലൊക്കെ പല സിനിമകളും. അപ്പൊ അദ്ദേഹത്തിന് ആ രീതിയിൽ കുറെ ഓഫേഴ്സും പരിപാടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം. ഒരു പോസ്റ്റ് ജയിലർ ആ ഒരു സാധനമുണ്ട്, ആ ഒരു ഓറയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഡിസൈനിങ് പരിപാടിയിൽ. പക്ഷെ അദ്ദേഹം സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് റെഡിയായി വരികയാണ് ചെയ്തത്. പിന്നെ ഷൂട്ടിന്റെ സമയത്തോട്ട് എത്തിയപ്പോഴാണ് നമുക്ക് അതിന്റെ കൃത്യമായ റിയാലിറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹവും കൃത്യമായിട്ട് കഥാപാത്രം എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് ചെറിയൊരു വ്യത്യസ്തത ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം മമ്മൂക്കയും വേറൊരു രീതിയിൽ ഈ ഒരു സാധനം ഇത് ചെയ്യുന്നുണ്ട്. അപ്പം മമ്മൂക്ക തുടർച്ചയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തോട്ട് വേറൊരു സാധനം തുടർച്ചയായിട്ട് പലപ്പോഴും ഡെലിവറി ചെയ്യുകയും നമുക്ക് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തന്നുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെയാണ് വിനായകൻ ചേട്ടനും എനിക്ക് തോന്നുന്നു ഈവൻ മൈന്യൂട്ട് ഡയലോഗ്സിൽ പോലും പുള്ളിക്കാരന് കൃത്യമായിട്ട് ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സംശയങ്ങളുണ്ടായിരിക്കും. അത് നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ഓരോ ദിവസം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് സംസാരിച്ച് കൃത്യമായ ഒരു ധാരണ എത്തിയിട്ടാണ് നമ്മൾ ഷൂട്ടിംഗ് പ്രോസസ്സിലോട്ട് നടക്കുന്നത്. ആ ഒരു പ്രോസസ്സിൽ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു എവല്യൂഷൻ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇത് ഡേ ബൈ ഡേ. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു പ്രോസസ്സിനോട് താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. ഒരു കുറച്ച് കൊടുക്കൽ വാങ്ങൽ പരിപാടിയിലൂടെ അതായത് നമ്മുടെ മൈൻഡില് സ്കെയിൽ വെച്ച് വരക്കില്ലല്ല, അതെ, നമ്മുടെ മൈൻഡിൽ ഒരു കൃത്യമായിട്ട് സിനിമയെ കുറിച്ച് ഒരു സങ്കല്പം പരിപാടി ഉണ്ട്. അപ്പം അതിനെ അങ്ങനെ ഷേക്ക് ചെയ്യാത്ത രീതിയിൽ അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പം ആ രീതിയിൽ അദ്ദേഹം കൃത്യമായിട്ട് ഇൻപുട്സ് തന്ന് സഹകരിച്ചാണ് ഇൻവോൾവ് ചെയ്തത്. അദ്ദേഹം ഇപ്പം വേറെ പ്രാക്ടിക്കൽ ഇപ്പൊ അദ്ദേഹത്തിന് ഇടയ്ക്ക് ചെറിയ ചെറിയ പനി പരിപാടി അതൊന്നും വകവയ്ക്കാതെയാണ് അദ്ദേഹം ഈ പ്രോസസ്സിൽ പങ്കെടുത്തത്. അപ്പൊ അത് മൊത്തത്തിൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ രണ്ട് പെർഫോം ചെയ്ത് പോകുക എന്നുള്ളത് അത് നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമയുടെ പോസ്റ്റർ വരുമ്പോഴും ലൈക്ക് ടൈറ്റിൽ വരുമ്പോഴാണെങ്കിലും അല്ലാത്ത ഫസ്റ്റ് ലുക്കിലുള്ള ഇമേജുകൾ കാര്യങ്ങളൊക്കെ ഒപ്പം വരുന്ന കൺസ്പിറസി തിയറികളടക്കം ഓഡിയൻസ് ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് ഒരു ക്രൈം ഡ്രാമയായിട്ടായിരിക്കാം, ക്രൈം ത്രില്ലർ ആയിട്ടായിരിക്കാം. സിനിമയുടെ സ്വഭാവത്തെ പറ്റി ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു അവസരത്തിൽ എന്താ ശരിക്കും പറയാൻ പറ്റുന്നത്? ഇത് ഒബ്വിയസ്ലി ഇതിനകത്ത് ഇതിനെപ്പറ്റി ഒരുപാട് കഥകളും ഒരുപാട് അസംഷൻസും ഏറെ നിപ്പുണ്ട്. ഇതിൽ കുറച്ചൊക്കെ ശരിക്കുള്ള സോഴ്സിൽ നിന്നൊക്കെ വന്ന സാധനങ്ങളെ വെച്ച് കുറെയൊക്കെ ഫിക്ഷനും ഒക്കെ കയറ്റി ഓരോരുത്തർ പറഞ്ഞു വിടുന്ന കാര്യങ്ങളാണ്. ഇത് ആക്ച്വലി ഇറ്റ്സ് എ ഫിക്ഷൻ. പക്ഷെ ശരിക്കും നടന്നിട്ടുള്ള ഒന്നിൽ കൂടുതൽ സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. കൃത്യമായിട്ട് ക്രൈം ഡ്രാമയുടെയും ക്രൈം ത്രില്ലറിന്റെയും സ്വഭാവം തന്നെയാണ് ഇതിനകത്തുള്ളത്. അതിനുപരി ഈ കഥാപാത്ര നിർമ്മിതിയിലും കുറച്ച് പുതുമയുള്ള ചില എലമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം ഈ ഒരു ജോണറിലൂടെയാണ് പോകുന്നത്. ബട്ട് ഒരു കൈൻഡ് ഓഫ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സൈനൈഡ് മോഹനായിട്ടാണ് ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്തിട്ടുള്ള തിയറികൾ വന്നിരുന്നത്. അതിൽ തന്നെ ദഹാദ് കണ്ടവരെ ദഹാദായിട്ട് ലിങ്ക് ചെയ്ത് അങ്ങനെ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ. ഇത് നിങ്ങൾ ഡെയിലി ബേസിസിൽ നിങ്ങളുടെ തന്നെ ഫീൽഡിൽ ഒരു 10 തവണയെങ്കിലും പല പോസ്റ്റുകൾ വന്നു പോകുന്നുണ്ടാവും. ഈ സൈനൈഡ് മോഹനും കളങ്കാവലും തമ്മിൽ ശരിക്കും ബന്ധമുണ്ടോ? എന്താണ്? എനിക്കിപ്പോ കൃത്യമായിട്ട് അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ സോഴ്സുകൾ റിയൽ ലൈഫ് ഇൻസിഡൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിപ്പം പർട്ടിക്കുലർ ഏത് ഇൻസിഡൻസ് ആണെന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്. ഇപ്പൊ ഈവൻ ഈ പറഞ്ഞ പിന്നെ സൈനൈഡ് മോഹൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്. ദഹാദ് കണ്ടിട്ട് വരുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെ വരുന്ന ആൾക്കാർ തിയേറ്ററിലോട്ട് വരുമ്പോഴും അങ്ങനെ ഈ ഒരു ബോധ്യത്തിൽ വരുന്നവരെ പോലും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റിയ എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. കാരണം ബേസിക്കലി ഇറ്റ്സ് എ ഫിക്ഷൻ എന്നുള്ള ഒരു സാധനം അതാണ് പിന്നെയും ആവർത്തിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഗതി. അതുകൊണ്ട് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തരും എന്ന് വിശ്വസിക്കുന്നു. ഈ ക്രൈം ഡ്രാമ ക്രൈം ത്രില്ലർ ഒക്കെ പറയുന്നു, പുതിയ എക്സ്പീരിയൻസ് പറയുന്നു. എനിക്ക് തോന്നുന്നു ഒരു ടൈമില് ബാക്ക് ടു ബാക്ക് മലയാള സിനിമ ഇൻഡസ്ട്രി ആവട്ടെ, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ഇപ്പൊ സൗത്തില് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തൊരു ജോണർ കൂടിയായിരുന്നു ഈ ത്രില്ലേഴ്സ് എന്നുള്ളത്. അതിൽ ഡ്രാമ അടക്കം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്ന് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നുള്ള രീതിയിലൊക്കെ അത് കൂടുതൽ വന്നിട്ടുണ്ട്. ഒരു പോയിന്റ് അത് നിൽക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ക്രൈമിന് എല്ലാ കാലത്തും ഇവിടെ ഓഡിയൻസ് ഉണ്ട്. ഇവര് ക്യൂരിയോസിറ്റി എന്ന് തോന്നുന്നു എപ്പോഴും ഇതില് ഫ്യൂവൽ ചെയ്യുന്ന ഫാക്ടർ. എന്തിന്, ആര്, എങ്ങനെ, ഇത് ഫ്രീക്വന്റ് ആയിട്ട് ഈ സിനിമ കഴിയുന്ന റൺ ടൈമിൽ ഇവര് തന്നെ പല ഉത്തരങ്ങൾ കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടാക്കി പോകുന്നുണ്ട്. ഈ റൈറ്റർ ജിതിനോടാണ് ചോദിക്കാനുള്ളത്, ഇത് എഴുതുന്ന സമയത്ത് ജിതിനുള്ള ഓഡിയൻസ് പെർസ്പെക്റ്റീവ് അത് മീറ്റ് ചെയ്യണം, അതിൽ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് വേണം, മടുക്കാൻ പാടില്ല, ബാക്ക് ടു ബാക്ക് ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്യണം. എഴുത്ത് എങ്ങനെയാണ് കളങ്കാവലിന്റെ ശരിക്കും? എഴുത്തെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ കുറ്റങ്ങളോടും കുറ്റകൃത്യങ്ങളോടും അതിനെപ്പറ്റി അറിയാനും സംസാരിക്കാനുള്ള ഒരു ത്വര മനുഷ്യന് എനിക്ക് സൈക്കോളജിക്കലി ഉള്ളിൽ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അല്ലെങ്കിൽ പോലും ഉള്ള ഒരു സംഗതിയാണ്. പിന്നെ നമ്മൾ സിനിമയുടെ തുടക്കകാലം തൊട്ടേ പോപ്പുലർ സിനിമ ജനകീയമാകുന്ന സമയം തൊട്ടേ ഈ ഒരു ജോണർ ജനകീയമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കഥകളും എല്ലാ കുറ്റകൃത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും അത് വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു തുടർച്ചയാണ്. അപ്പോൾ പിന്നെ ഇത്
എൻ്റെ പിന്നെ ഫ്രണ്ടായിട്ടുള്ള ജിഷ്ണു ആണ് ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി ആദ്യമായിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അന്ന് എനിക്ക് അതിനകത്തോട് ഒരു 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 പരിധിക്കപ്പുറം എക്സൈറ്റ്മെന്റ് തോന്നിയിരുന്നില്ല. നമുക്കറിയാവുന്ന കുറച്ച് സംഭവങ്ങളാണല്ലോ എന്നുള്ളൊരു. പിന്നെ നമ്മൾ വേറൊരു കോമൺ ഫ്രണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പല പല ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കിട്ടിയ ഒരു സജഷനിൽ നിന്നാണ് ഇതിനകത്തൊരു സിനിമാറ്റിക് ഒരു കൺസെപ്റ്റ് ഒരു പുതിയൊരു കൺസെപ്റ്റിനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നി. അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്താണ് എഴുതി നോക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അന്ന് തോന്നിയ ഒരു എക്സൈറ്റ്മെന്റ് ത്രൂ ഔട്ട് ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് എന്തൊക്കെയോ ചില പുതിയ എലമെന്റ്സ് പറയാൻ പറ്റുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇതിന് ഇറങ്ങിയത്. അപ്പൊ അത് ഗ്രോ ചെയ്ത് വന്നിട്ടുണ്ട് ത്രൂ ഔട്ട് എഴുത്ത് പ്രോസസ്. അതുകൊണ്ടാണ് എഴുത്തിലും അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിലും അങ്ങനത്തെ ഒരു ഹൈ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ശരിക്കും എന്താണ് ഈസി അല്ലെങ്കിൽ എന്താണ് സ്ട്രെസ്ഫുൾ, എഴുത്താണോ സംവിധാനമാണോ? ഇതിലൊരു കംഫർട്ട് കൂടുതലുള്ളത് എവിടെയാണ്, കുറവുള്ളത് എവിടെയാണ്? അത് രണ്ടും തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. രണ്ടിൻ്റെതായ അൾട്ടിമേറ്റ്ലി നമ്മൾ ഞാനിപ്പോ എന്റെ പേഴ്സണൽ രീതിയിൽ പറയുവാണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ തന്നെ ഒരു ഡയറക്ടേഴ്സ് ആംഗിളിൽ തന്നെയാണ് അതിനെ നോക്കി കാണുന്നത്. അപ്പൊ എഴുത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമുക്ക് ത്രൂ ഔട്ട് ഹൈ മൊമെന്റ്സ് കിട്ടുന്ന, നമുക്കിപ്പം ഓരോ മൊമെന്റ്സിലും നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കും. പിന്നെ അതിനൊരു സൊല്യൂഷൻ കിട്ടുമ്പോഴൊക്കെ നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എഴുത്തെന്ന് പറയുന്നത്. അത് ഒരു കുറച്ചും കൂടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് ആണ് തോന്നുന്നത്. പിന്നെ ഡയറക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് നമ്മളിപ്പോൾ ക്രിയേറ്റീവായിട്ട് നമ്മളിപ്പോൾ പിന്നെ എഡിറ്റിംഗ്, മ്യൂസിക്, സൗണ്ട്, ഇങ്ങനെ ഒരുപാട് എലമെന്റ്സിൽ നമുക്ക് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അതൊരു വലിയൊരു സെറ്റിനകത്ത് ഒരുപാട് വ്യക്തികളുണ്ട്. ഇവരെല്ലാവരെയും മാനേജ് ചെയ്യണം. എല്ലാ സിസ്റ്റത്തിനെയും സമയത്തിനെയും സാമ്പത്തികമുള്ള അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൃത്യമായ മാനേജ്മെന്റ് സ്കില്ലും കൂടെ അതിനകത്ത് ആവശ്യമായിട്ട് ഈ ക്രിയേറ്റീവ് പരിപാടിക്ക് അപ്പുറത്ത് ഈ ഒരു സംഗതിയും കൂടെ അക്യുമുലേറ്റ് ചെയ്ത് പോയെങ്കിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് നമുക്ക് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ മൈൻഡിൽ നമ്മൾ കാണുന്ന ഒരു സിനിമയുണ്ട്. അതിനെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണല്ലോ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ഇതിനകത്ത് കുറെ ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ്സിലൂടെ ഇതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരു നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു നടനാണ് ഒരു കഥാപാത്രത്തെ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അതിനെ ആ രീതിയിൽ എൻഹാൻസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അത് ത്രൂ ഔട്ട് നമുക്കൊരു ഒരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാനും ശ്രദ്ധിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഒരു എക്സൈറ്റ്മെന്റ് ത്രൂ ഔട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. ഈ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന നടൻ, പെർഫോമൻസർ, എനിക്ക് തോന്നുന്നു അതിൽ ഈ ജിതിനുള്ള റെസ്പോൺസിബിലിറ്റികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഈ മമ്മൂട്ടി കമ്പനിയുള്ള പ്രൊഡക്ഷൻ ഹൗസ് പറഞ്ഞ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സിനിമകൾ ഡെലിവറി ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഈ ബ്രഹ്മയുഗത്തിന് ശേഷം ഒരു സ്ട്രോങ് മമ്മൂട്ടി പെർഫോമൻസ് കണ്ടിട്ടില്ല. ഇപ്പോൾ ബസ്സൊക്കെ വരുമ്പോഴാണ്, ഡൊമിനിക്ക് വരുമ്പോഴാണെങ്കിലും സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള അധികം ചർച്ചകളില്ല, ഡിസ്കഷനില്ല. ബ്രഹ്മയുഗത്തിൽ നിൽക്കുന്ന അവസാന എഴുത്തുകൾ, പെർഫോമൻസ് ആർക്കുകൾ, നാഷണൽ അവാർഡ് വരുമ്പോഴാണെങ്കിലും ഇത് എല്ലാ തരത്തിലും ഡിസ്കസ് ആവുന്നത് ഇതാണ്. ഈ പെർഫോമൻസ് ഡെലിവറി ചെയ്യാൻ മമ്മൂട്ടിയുടെ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ സിനിമ കംപ്ലീറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ ഇത് ഡെലിവറി. ഇപ്പോൾ വിനായകൻ കാര്യത്തിലാണെങ്കിലും ഈ കമ്മട്ടിപ്പാടത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് പെർഫോമൻസ് സ്കെയിലിൽ നിന്ന് വിനായകൻ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ഗോയിങ് ഹയർ ആൻഡ് ഹയർ എന്നുള്ള ഒരു പാറ്റേൺ ഓഫ് വർക്കുകൾ, എല്ലാ തരത്തിലും ഇത് കംപ്ലീറ്റ് ഡെലിവറിങ്ങിൽ ഇത്ര റെസ്പോൺസിബിലിറ്റിയും കൂടി ഇല്ലേ ശരിക്കും മേക്കർ എന്ന രീതിയിൽ? അതിനെപ്പറ്റി അങ്ങനെ കോൺഷ്യസ്ലി ബോധർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഗതിയെ പറ്റി. ഇപ്പൊ നമുക്കിപ്പോ ഈ പെർഫോമൻസിൽ ഓറിയന്റഡ് ആയിട്ട് ഇപ്പൊ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുമ്പോഴാണല്ലോ അവരെപ്പോഴും പരിപാടികൾ ഡെലിവർ ചെയ്യാൻ അത് സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. അതെ, പക്ഷെ നമ്മളിപ്പോ ഒരു സിനിമയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന എല്ലാ സിനിമകളിലും ഈ പറയുന്ന ഇവർക്ക് പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കഥാപാത്ര നിർമ്മിതിയിൽ അത് ഒരു കൈൻഡ് ഓഫ് റയറിറ്റി ഉണ്ട് അതിൽ. അത് സിനിമയായിട്ടും കഥാപാത്ര നിർമ്മിതിയുമായിട്ടും ബന്ധപ്പെട്ട് എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ ചിലപ്പോൾ സംഭവിച്ചു പോകുന്ന ഒരു മാജിക് കൂടെയാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി അങ്ങനെ ഡെലിബറേറ്റ്ലി ബോധേഡ് ആയിട്ടില്ല. ഈ പറയുന്ന സിനിമകളെ പറ്റി ഞാൻ കമന്റ് ചെയ്യുന്നില്ല, അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ സിനിമയിൽ ഇപ്പം അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിന് കുറച്ച് ചില പരിപാടികളൊക്കെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിലെ നടനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ചില പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. അത് ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ത്രൂ ഔട്ട് തുടക്കത്തിലേ ഉണ്ടായിരുന്നു. അദ്ദേഹമാണല്ലോ ഇതൊക്കെ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന പരിപാടികൾ ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹമാണല്ലോ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു ബോധ്യം എൻഹാൻസ് ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ ത്രൂ ഔട്ട് പ്രോസസ്സിലാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു നമ്മുടേതായ രീതിയിൽ ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ആത്മവിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയി പോയ മൊമെന്റ് ആയിരുന്നു ഈ സിഗരറ്റ് കടിച്ചു പിടിച്ച് നിൽക്കുന്ന മമ്മൂട്ടി ഇമേജ് വെച്ചിട്ടുള്ള പോസ്റ്റർ എന്നുള്ളത്.
കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാവരും എക്സൈറ്റ്മെൻറ്റോട് നോക്കിയിരിക്കുന്നത്. ഒന്ന് സിനിമയുടെ ടൈറ്റിൽ റിവീൽ അവിടെ സംഭവിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ പ്രൊട്ടഗണിസ്റ്റിൻ്റെ ഒരു ആൻറ്റഗണിസ്റ്റിൻ്റെ എറ്റേറിലുള്ള ലുക്ക് റിവീലിംഗ് ആയിരിക്കാം. ഒരു പോസ്റ്ററിൽ അത്രയധികം റെസ്പോൺസിബിലിറ്റി ആൻഡ് ഹൈപ്പ് ജനറേഷനുള്ള സാധ്യതകളുണ്ട്. അവിടെയാണ് ഇവർ സിഗരറ്റ് കടിച്ചു നിൽക്കുന്ന പല്ല് കാണിച്ചിട്ടുള്ള വേറെ തന്നെ ഹെയർ സ്റ്റൈലുള്ളൊരു മമ്മൂട്ടി അവിടെ പ്രസന്റ് ചെയ്യുന്നത്. ആ മൊമെന്റ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു 100-200 ഓപ്ഷൻ ഒന്നായിരിക്കാം ഇതായിരിക്കും ഫസ്റ്റ് ലുക്ക് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇത് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ഇത് ഷൂട്ട് ചെയ്യുന്ന മൊമെന്റ് കണക്ട് ചെയ്യുന്നത് എങ്ങനെ ശരിക്കും ആ ഒരു അത് എക്സ്പെഷ്യലി ആ ഒരു നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു പരിപാടി കിട്ടിയ ഒരു മൊമെന്റ് ആണ് അത്. അതിന്റെ ഒരു ഷൂട്ട് ചെയ്ത മൊമെന്റ്, അതും ഈ ഫസ്റ്റ് ലുക്ക് ചൂസ് ചെയ്തതുമായിട്ട് അങ്ങനെ കണക്ഷൻ ഇല്ല. നമ്മൾ ഫസ്റ്റ് ലുക്ക് വിടാൻ തീരുമാനിച്ച സമയത്ത് നമ്മൾ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ പരതുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് എത്തിയാലോ എന്നൊരു ചർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ അത് സിനിമയിൽ ആ മമ്മൂക്ക ചെയ്യുന്ന ഒരു കഥാപാത്രം സിനിമയുടെ ഇടയിൽ എപ്പോഴോ ഏതോ ഒരു സമയത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഇടയിലുള്ള ഒരു സ്റ്റില്ലാണ് നമ്മൾ എടുത്തിരിക്കുന്നതും വിട്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഇൻഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ കഥാപാത്രം എന്തായിരിക്കാമെന്നും കഥാപാത്രം എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമായിരിക്കാം. പിന്നെ നമ്മുടെ എയറിൽ നിൽക്കുന്ന കുറേ അസംഷൻസ് ഉണ്ട്. ഇതിനെ കൂടി നമുക്ക് വേറൊരു രീതിയിൽ അഡ്രസ്സ് ചെയ്യാനും പറ്റണം. അഡ്രസ്സ് ചെയ്യാതിരിക്കുക നമ്മുടെ ഓപ്ഷൻസ് ആണ്. അപ്പം ഇങ്ങനെ കുറേ ഓപ്ഷൻസും പിന്നെ ഇത് നമ്മളൊരു പരിധിക്കപ്പുറം വിവരങ്ങൾ ആൾക്കാർക്ക് കൊടുക്കണമോ വേണ്ടയോ ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ട്. ഇങ്ങനെ കുറേ എലമെന്റ്സ് വെച്ച് ചർച്ചകൾ നടത്തിയിട്ടാണ് അവസാനം ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. പിന്നെ ആ ചെയ്യുന്ന പ്രവൃത്തി ഒരു പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തിയാണോ നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തിയാണോ എന്നതിനേക്കാൾ അപ്പുറത്ത് ഇപ്പം നമുക്ക് ഒരു കഥാപാത്രത്തിന് ചിലപ്പോൾ അതിന് ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ ജസ്റ്റിഫിക്കേഷൻസേ ഇല്ലാതിരിക്കും. അങ്ങനെ പല പല സാധ്യതകളുണ്ട്. ബട്ട് സ്റ്റിൽ അത് കഥാപാത്രത്തെക്കുറിച്ച് ചില സൂചനകൾ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ വിട്ട് കഴിഞ്ഞ് അതിനുണ്ടായ റെസ്പോൺസ് കണ്ടപ്പോൾ അത് നല്ല തീരുമാനം തന്നെ ആയിരുന്നു എന്ന് തോന്നി. ആൾക്കാരിലോട്ട് ഈ പടത്തെ പറ്റിയും കഥാപാത്രത്തെ പറ്റിയും കുറച്ചും കൂടെ എത്തിക്കാനായിട്ട് ആ പോസ്റ്ററിന് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഈ സംവിധായകന്റെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് മൊമെന്റ് ആണോ സ്ക്രീനിലെ അത്? അങ്ങനെ അതെ അതിലൊരു ഡീറ്റെയിലിംഗ് നമുക്ക് പറയാൻ പരിമിതികളുണ്ട്. അതെ, ഉറപ്പായിട്ട് റിലീസിന് ശേഷം സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഇത്ര സിനിമകള് ഒരുക്കുന്നതില് അല്ലെങ്കിൽ ഈ സിനിമകൾക്ക് മുന്നേ വന്നിട്ടുള്ള സിനിമകൾ, ക്രൈം ഡ്രാമകളുടെ മുന്നേയുള്ള പറയുന്ന പല ഭാഷകളിലെ സിനിമകളായിരിക്കാം, ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളായിരിക്കാം, ഇതെല്ലാം മോഡലായിട്ട് മുന്നിലുണ്ട്. എന്തൊക്കെ നമുക്ക് പുതിയത് ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം. ലേണിംഗ് അൺലേണിംഗ് എന്നുള്ളത് എനിക്കൊന്ന് എഴുത്തിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതലേ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇപ്പൊ കുറിപ്പ് എഴുതി കളങ്കാവലിലോട്ട് വരുന്നു, ഈ ക്രൈം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പറഞ്ഞ ഡ്രാമ ബിൽഡിംഗ് എല്ലാ തരത്തിലും ത്രില്ലർ സ്വഭാവം എല്ലാം ഉണ്ട്. ഫേവറേറ്റ് ജോണർ ഇതാണോ? ഇതിനപ്പുറത്തേക്ക് ഇഷ്ടമുള്ള മറ്റു ജോണേഴ്സ് എന്താണ്? എഴുത്തിൽ എന്താ ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? എഴുത്തിൽ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ജോണർ തന്നെയാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ജോണറും തന്നെയാണ്. ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളോടും ഇഷ്ടമുണ്ട്. അത് പ്രവൃത്തിയോടുള്ള ഇഷ്ടമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളോടും അത് കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഇമോഷൻസ് പരിപാടികളുണ്ടല്ലോ, അതിനോടുള്ള ഒരു ആഭിമുഖ്യമുണ്ട്. ഇതുപോലെ ആക്ഷനും ഇങ്ങനെ കണക്ട് ചെയ്തൊക്കെ ആക്ഷൻ പരിപാടികളും കുറച്ച് ഫാന്റസി എലിമെന്റ്സ് ഉള്ള പരിപാടികളും ഒക്കെ ഇഷ്ടമുള്ള ജോണേഴ്സ് ആണ്. കൂടുതലും കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു ക്രൈം ത്രില്ലേഴ്സ് ആണെന്ന് തോന്നുന്നു. ഈ കളങ്കാവൽ പേര് ഇത് പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റി ആയിരുന്നു, പലവണ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഫെസ്റ്റിവലായി റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറികൾ ആദ്യമേ ഒരുപാട് എക്സ്പ്ലനേഷൻ വീഡിയോസ്, എഴുത്തുകൾ, കുറിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് കളങ്കാവൽ എന്ന പേര് ചൂസ് ചെയ്യുന്നത്? അതിന്റെ ആ പേരിന്റെ ഫ്ലേവറിൽ തന്നെ ഈ നിങ്ങൾ ഷൂട്ട് ചെയ്ത നാഗർകോവിൽ അടക്കമുള്ള എല്ലാ തരത്തിലുള്ള എസെൻസ് ഇരിപ്പുണ്ടല്ലോ. എന്താണ് ആ പേര്? എന്തുകൊണ്ടാണ് ആ പേര്? നമ്മൾ ഒരുപാട് ടൈറ്റിൽസ് ഇങ്ങനെ ഒരു ഡിസ്കഷൻസിൽ വന്നിട്ട് അതിനകത്ത് അവസാനം ഇതിലോട്ട് ലാൻഡ് ചെയ്യുമായിരുന്നു. അപ്പം ഈ പേരിന്റെ കാരണം ഇപ്പൊ എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും. ദാരികനും ഭദ്രകാളി ദേവിയും തമ്മിലുള്ള ഇപ്പൊ നമ്മള് കൺവെൻഷനലി നന്മ തിന്മ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയാണ് വരുന്നത്. അപ്പം ആ ഒരു ഐതിഹ്യവുമായിട്ടോ അല്ലെങ്കിൽ ആ പറയുന്ന ഐതിഹ്യം കാരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിച്വലുമായിട്ടോ ഒക്കെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ കൾച്ചറൽ റെഫറൻസും ഉണ്ട്. ഇപ്പം ജോഗ്രഫിക്കൽ പ്രത്യേകതകൾ കാരണം ഇപ്പൊ സിനിമയുടെ കഥ സംഭവിക്കുന്ന ഒരു ഭൂമിക എന്ന് പറയുന്നത് തിരുവനന്തപുരം കന്യാകുമാരി ജില്ലകളുടെയൊക്കെ അതിർത്തി പ്രദേശവും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ഈ തമിഴ്നാട് കേരള രണ്ട് കൾച്ചറുകളെ ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഒരു രീതിയിൽ.
അപ്പൊ ഈ പേരും ഒബ്വിയസ്ലി കളങ്കാവൽ എന്ന് പറയുന്ന ആ വാക്ക് പിന്നെ മലയാളത്തിലും തമിഴിലും ഒരേ അർത്ഥം തന്നെയാണ് കൺവേ ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന നന്മ തിന്മകൾ ഇങ്ങനെ കുറെ കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. ഇതിൽ കുറെ എലമെന്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചൂസ് ചെയ്തത്. അത് എന്തൊക്കെ എലമെന്റ്സ് ആണ് അതിന്റെ കാരണമായിട്ടുള്ളത് എന്നുള്ളത് സിനിമ സംസാരിക്കാൻ പോകുന്ന കാര്യമാണ്. എനിക്ക് ഇതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളതേ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊരു ടെക്സ്റ്റ് എഴുതുന്ന സമയത്ത് ഇത് വിഷ്വൽ ആക്കുമ്പോഴാണെങ്കിലും ഒന്നെങ്കിൽ ആളുകൾ എക്സൈറ്റഡ് ആവുന്നതിൻ്റെ ക്ലൈമാക്സ് പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ക്ലോഷർ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ എൻഡിങ് ആയിരിക്കാം. ആളുകൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതുണ്ടല്ലോ. ഇത്ര ആൾക്കാർ പൈസ കൊടുത്ത് സിനിമ കാണുമ്പോൾ ഇവരെ സാറ്റിസ്ഫൈ ചെയ്യാം, അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് എഴുതി ഇത് തുടങ്ങി വെച്ചതിനൊന്ന് ക്ലോഷർ കൊടുക്കുക എന്നുള്ളത്, ഈ എഴുത്തിൽ അവസാനം കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ കുറിപ്പാണെങ്കിലും കുറിപ്പിൽ അത് വളരെ സിനിമാറ്റിക് ആയിട്ട് ഡെലിവർ ചെയ്തു. കളങ്കാവലിൽ വരുമ്പോൾ എന്താന്ന് പറയണ്ട, ഈ അതിന്റെ ഒരു ലാസ്റ്റ് ആക്ട് എന്നൊക്കെ പറയുന്ന പോലെ അവസാന എഴുത്ത് അല്ലെങ്കിൽ അവസാന പേജ് എന്നൊക്കെ പറയുന്നത് അത് അത്ര എളുപ്പമാണോ, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ, എന്താ ശരിക്കും ഒരു ക്ലൈമാക്സ് എഴുത്ത് റൈറ്റർ ഡയറക്ടർ? അതിപ്പോ ഇപ്പൊ കുറിപ്പിലാണെങ്കിലും വേറെ റൈറ്റേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഇതിനകത്താണെങ്കിലും കുറച്ച് ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു ഏരിയ ആണ്. കാരണം നമുക്ക് പിന്നെ ഞാൻ ആദ്യം ഇതിന്റെ ഒരു തോട്ട് കിട്ടിയപ്പം തന്നെ ഇതിന്റെ ഇടയ്ക്കത്തുള്ള തുടക്കത്തുള്ള കുറെ സംഗതികളും കിട്ടി, ഇടയ്ക്ക് ഉള്ള ഇതിന്റെ ഒരു പോക്കും പരിപാടികളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവസാനം ഇത് എങ്ങനെ കൊണ്ടുപോയി ലാൻഡ് ചെയ്ത് നിർത്തണം എന്നുള്ളിടത്ത് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബേസിക്കലി ഇപ്പൊ നമ്മുടെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ മൊത്തം സിനിമയും മൈൻഡിൽ കണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഷോർട്ട് ഹാൻഡിലെങ്കിലും ഓരോ സീനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എഴുതി അതിന്റെ ഒരു ടോട്ടൽ സിനിമയുടെ ഒരു 4-5 പേജിലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അവസാന തിരക്കഥ രചനയിലോട്ട് കടക്കാറുള്ളൂ. അപ്പൊ അന്നേരം മൊത്തം ഈ അവസാനം വന്ന് സ്റ്റക്കായിരുന്നു. അവിടെ ഇങ്ങനെ ആ പോർഷനിൽ ഇങ്ങനെ കുറച്ച് കാലം കിടന്ന് സ്റ്റക്കായി നിന്ന്, എന്നിട്ട് പിന്നെ ഞങ്ങള് കുറെ തവണ ഡിസ്കസ് ചെയ്ത് അവസാനം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പരിപാടിയിലോട്ട് ലാൻഡ് ചെയ്തിട്ടാണ് ശരിക്കും സ്ക്രീൻ പ്ലേ എഴുത്തിലോട്ട് കടന്നത്. അത് കുറച്ച് അതിന്റെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകാനായിട്ടുള്ള പരിമിതികളുണ്ട്, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായ ഒരു ഏരിയ ആണ്. പക്ഷെ അത് വലിയ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സാധനത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റി പിന്നീട്. എനിക്കൊരു ആഡ് ഓൺ ചെയ്യാനാണെങ്കിൽ കുറിപ്പിന് ശേഷമുള്ള ഒരു ജേണി ഉണ്ടല്ലോ, കുറിപ്പ് വരുന്നു, അവിടെ ഈ പറഞ്ഞ പോലെ പേര് ഭയങ്കര പരിചിതമാവുന്നു, വലിയ സിനിമയുടെ ഭാഗമാവുന്നു. ഈ കോവിഡ് എറയിൽ ദുൽഖറിന്റെ വലിയ ഹിറ്റ് ആവുന്ന സിനിമയാണ്, വലിയ ചർച്ചയാവുന്ന സിനിമയാണ്. അതിനുശേഷം അടുത്ത സിനിമ എന്നുള്ളത് ഒന്നെങ്കിൽ അതൊരു തിരക്കഥാകൃത്ത് മാത്രമായിട്ടായിരിക്കാം, അടുത്ത സംവിധായകനാവാം. ഇതിലൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് കളങ്കാവലിന്റെ റിലീസിനടുത്ത് വരെ എത്തിയിട്ടുള്ള ജേണി എന്താ ശരിക്കും? കുറിപ്പില് ഞാൻ പിന്നെ സഹസംവിധായകനായിട്ടും വർക്ക് ചെയ്തിരുന്നു. അപ്പം അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നായിരുന്നു. ഈ പറയുന്ന പോലെ ലോക്ക്ഡൌണും അങ്ങനെ കുറെ സംഗതികളൊക്കെ കയറി വന്നു. പക്ഷെ അന്നേരം തന്നെ പിന്നെ ചില അങ്ങനെ ഒരുപാടൊന്നുമില്ല, കുറച്ച് എൻക്വയറീസ് ഒക്കെ ഇങ്ങനെ എഴുത്തിന് വേണ്ടി വന്നു. പക്ഷെ അങ്ങനെ പോയില്ലായിരുന്നു. ഡയറക്ഷൻ എന്നുള്ളൊരു ഇതാണ് മൈൻഡിൽ അൾട്ടിമേറ്റ് ലക്ഷ്യമായിട്ട് കണ്ടത്. അപ്പൊ അതിനുവേണ്ടി തന്നെ ശ്രമിക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്ത് തന്നെയാണ് നിന്നിരുന്നത്. അപ്പൊ അങ്ങനെ 2-3 സബ്ജക്റ്റുകൾ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ സബ്ജക്റ്റിലോട്ട് പോയത്. അപ്പം പിന്നെ ഇത് വർക്ക് ചെയ്ത് ഒരു സ്ക്രീൻ പ്ലേ ഇത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അതിനകത്തൊരു ആത്മവിശ്വാസം കിട്ടി, ഇത് ഫോർവേഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് പറയും. പിന്നെ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. എനിക്ക് കുറിപ്പ് റിലീസൊക്കെ ആയ ആ സമയത്ത് തന്നെ ഏകദേശം ഇത് സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ ഇതിനകത്ത് ഈ ഡേറ്റ് ഇഷ്യൂ അങ്ങനെ കുറെ സംഗതികൾ എക്സ്റ്റേണൽ കുറെ സംഗതികൾ കയറി വരണമല്ലോ, അതിന്റെ ഒരു കാത്തിരിപ്പാണ് പിന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ അന്നേ ഇത് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയ പിന്നെ അതിനുള്ള ഒരു പിന്നെ പൊളിച്ചെഴുത്തും പരിപാടികളൊക്കെ പാരലി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇതിലോട്ട് ലാൻഡ് ജേണി ഫ്രീക്വന്റ് ആയി പോകുന്നുണ്ട്, സ്റ്റക്ക് ആവുന്നില്ല. സമയമെടുത്തു, പക്ഷെ അവിടെ അപ്ഡേഷൻ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇത്രയും സിനിമകൾ കാണുന്ന ഇപ്പൊ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ഇൻഡസ്ട്രി അകത്ത് നിൽക്കുന്ന ആണെന്നുള്ളത് ചോദിക്കുകയാണ്, ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സിനിമാറ്റിക് മൊമെന്റ് ഉണ്ടാവില്ലേ? ചിലപ്പോൾ അതൊരു ഏതെങ്കിലും സിനിമയിൽ ഒരു സീനായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കാം, ഒരു ഡയലോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻ്റയർ സിനിമയായിരിക്കാം. അങ്ങനെ ലൈഫിൽ ഒരു സിനിമ പാരഡൈസ് മൊമെന്റ് എന്ന് പറയാനുള്ള ഒരു മൊമെന്റ് എന്തായിരിക്കും ശരിക്കും? അങ്ങനെ എനിക്ക് സിനിമയുണ്ടോ ചിലപ്പോൾ ചെറുപ്പത്തിൽ കണ്ടതായിരിക്കാം? അല്ല, അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരെണ്ണം കിട്ടുന്ന കുറെ സിനിമകളുണ്ട് ഇഷ്ടപ്പെട്ട. ഇപ്പം നമ്മൾ ഒരു സമയത്ത് ഇങ്ങനെ തുടർച്ച കുറെ സിനിമകൾ കണ്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഒരെണ്ണം പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പറയാൻ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമ എനിക്ക് തോന്നുന്നു ഡ്രൈവ് എന്നൊരു സിനിമയാണ്.
നിക്കോളസ് വിൻഡിംഗ് റഫന്റെ സിനിമ 2011. അത് ഏറ്റവും നല്ല സിനിമയെന്നല്ല പറഞ്ഞത്, ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ളതാണ്. ഇനി മറ്റു ഭാഷകളിലെ സിനിമകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കാണുക, അതൊരു ഡെയിലി എക്സസൈസ് പോലെ തന്നെ കൂടെ ആണ്. പക്ഷെ നമ്മളിപ്പം ഈ പരിപാടിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം ഇപ്പൊ പരിപാടി ഡയറക്ട്ലി നമ്മളെ സഹായിക്കുന്നുണ്ട്, ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷെ നമ്മൾ പറ്റുന്ന പോലെ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും മുമ്പത്തെ പോലെ ഇപ്പം കുറെ സീരീസുകൾ ഇപ്പം പെൻഡിങ് ആണ്. ഇതെല്ലാം നമ്മൾ എന്തുമാത്രം കണ്ടാലും നമുക്ക് എന്തായാലും കുറെ പെൻഡിങ് വരും. പക്ഷെ ഇപ്പൊ അതിന്റെ എണ്ണം കുറച്ച് കൂടുതലാണ്. പറ്റുന്ന പോലെ കാണാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ആയി നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഇത് ഈ മമ്മൂക്ക പടം കണ്ടിട്ട് എന്താ പറഞ്ഞേ, അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? മമ്മൂക്ക പടം കണ്ടിട്ട് ഹാപ്പിയാണ്. പിന്നെ അത് കൂടുതൽ അതിനെ പറ്റി പറയുന്നത് അവസാനം ചോദിക്കുവാണെങ്കിൽ, ഈ എന്ത് കാര്യത്തിലും അതിനൊരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് ആണല്ലോ നമ്മളെ പേഴ്സണലി നമുക്ക് ഹൈ തരുന്നത്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് സിനിമ പോലെ ഒരു ആർട്ട് ഫോം ഇത് ക്രിയേറ്റ് ചെയ്യുന്നു, ഇത് എഴുതി ഒരുക്കി വിഷ്വൽ ഡിസൈൻ സെറ്റ് ചെയ്ത് ഒരു 2 hours and 2:30 minutes 2 hours 30 minutes ലോങ് ഫുട്ടേജ് ആയിട്ട് ആളുകൾക്ക് കൊടുക്കുന്നു. ഇവരിത് എൻജോയ് ചെയ്യുക, ഇതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ശരിക്ക് ഒരു മേക്കറിന്റെ റൈറ്ററിന്റെ സാറ്റിസ്ഫാക്ഷൻ എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ കാണുന്ന ഔട്ടിലാണോ, ഓഡിയൻസിന്റെ റെസ്പോൺസ് ആണ്? എന്താ നിങ്ങളുടെ ശരിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ? ഒബ്വിയസ്ലി ഓഡിയൻസിന്റെ റെസ്പോൺസിലോട്ട് പോകാനോ അതിനെപ്പറ്റി പറയാനോ ഉള്ള സ്റ്റേജിൽ ഞാൻ വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നിയ ഒരു സംഗതി, ഇപ്പം ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ആളായതുകൊണ്ടായിരിക്കാം, നമ്മളിപ്പോൾ എഴുതി പോകുമ്പോൾ തന്നെ നമ്മളൊരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് പിന്നെ അങ്ങോട്ട് അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കുന്നത്. എഴുത്തിൽ നമുക്കൊരു ഹൈ ഒബ്വിയസ്ലി ഉണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സാധനം നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കുഴപ്പമില്ലാത്തൊരു സംഗതിയിലോട്ട് ലാൻഡ് ചെയ്യും എന്നൊരു ആത്മവിശ്വാസമുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രോസസ്സിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു 100% നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് ഭാവിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഗതി, ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന മൊമെന്റിൽ പോലും ഇത് എന്തെങ്കിലുമൊക്കെ പിന്നെ പാളിച്ചകൾ പറ്റുമോ, കറക്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ള ചില ആങ്സൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഇത് വന്ന ഒരു മൊമെന്റ് എനിക്ക് തോന്നുന്നു, ഇപ്പം നമ്മൾ ആദ്യം ദിവസം തന്നെ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നു. അപ്പം നമുക്കിപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പം സ്പോട്ട് എഡിറ്റർ ഉണ്ട്, ബസ്സു എന്ന് പറഞ്ഞ. അപ്പം നമ്മൾ എടുത്തിട്ട് അവൻ്റെ അടുത്ത് ഇരുന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഞാനിപ്പം എനിക്ക് പിന്നെ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൈൻഡിലുള്ള കുറച്ച് റെഫറൻസ് മ്യൂസിക്കുകളൊക്കെ ട്രാക്കൊക്കെ ഇട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമുക്ക് എപ്പോഴും അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നത്. പക്ഷെ അവൻ അത് വെച്ചിട്ട് സിമിലർ ആയിട്ടുള്ള കുറേ ട്രാക്സ് ഒക്കെ ഇരുന്ന് ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് തന്നെ അവൻ ഒന്ന് സെറ്റാക്കി, ബേസ് സെറ്റാക്കിയിട്ട് പതുക്കെ അവൻ പിന്നെ ഒന്ന് കട്ട് ചെയ്ത് അതിനകത്ത് ഞാനും കൂടെ ഇരുന്ന് എൻ്റെതായ രീതിയിൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന എഡിറ്റിംഗ് ഫോം എന്നുള്ളതിലോട്ട് എത്തിയിട്ട് മ്യൂസിക്കൊക്കെ അവൻ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് കൊണ്ട് തരുവാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത ഫൈനൽ ഔട്ടിൽ വരാൻ പോകുന്ന സിനിമയുടെ ഒരു ബ്ലൂ പ്രിന്റ് അതിൽ നമുക്ക് കിട്ടും. എന്താണ് അത് കണ്ടപ്പോഴത്തേനുമാണ് നമുക്കൊരു ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയോട്ട് പോകുന്നുണ്ട് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സംതൃപ്തിയുടെ ഒരു ടേസ്റ്റ് അവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഇതൊന്നിപ്പം ഇപ്പം മമ്മൂക്കയാണെങ്കിൽ പോലും ആദ്യം അറിയത്തില്ല. ഇപ്പം പുതിയതായിട്ട് ഒരു താരം ഡയറക്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളെ നമുക്ക് ഒരിക്കലും ഒരു പരിധിക്കപ്പുറം ജഡ്ജ് ചെയ്യാൻ പരിമിതികളുണ്ട്. അതങ്ങനെയാണ് അതിന്റെ ഒരു റിയാലിറ്റി. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ട് കാണിച്ച സാധനം കാണുമ്പോഴാണ് അദ്ദേഹത്തിനും അദ്ദേഹം അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റും പരിപാടികളിലും ഉണ്ടാകുന്ന മാറ്റം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതാണ് ഒരു ഇതായിട്ട് തോന്നുന്നത്. അത് പിന്നീടുള്ള ത്രൂ ഔട്ട് പ്രോസസ് ഉണ്ട്, പിന്നെ ഒരുപാട് പണിയുണ്ട് നമ്മൾ അതിൽ. പക്ഷെ അങ്ങനെ അത്രയും പരിപാടികൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ ഔട്ടിലോട്ട് പോകുന്നത്. ബട്ട് അന്ന് തോന്നിയ ആ ഒരു ആത്മവിശ്വാസം ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഈ നിമിഷം വരെയും തോന്നുന്നത്. അത് നല്ലതായിരുന്നു ഫൈനൽ ഔട്ട് ഓഡിയൻസ് പറയേണ്ട കാര്യമാണ്. ഞാൻ എന്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ പറയുന്ന ഒരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഓഡിയൻസിനും ഈ പറഞ്ഞ പോലെ സിനിമ ഇഷ്ടപ്പെടട്ടെ. ഈ പറഞ്ഞ ക്രൈം ഡ്രാമ, ക്രൈം ത്രില്ലർ ജോൺറയില് പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് കളങ്കാവൽ മാറട്ടെ. ജിതിനും ഗംഭീര ഒരു എൻട്രി ഓപ്പണിംഗ് ആവട്ടെ. താങ്ക് യു സോ മച്ച്.